Hi students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് S2 മാത്തമാറ്റിക്സിൻ്റെ റിവിഷനാണ്. മാത്തമാറ്റിക്സ് സബ്ജക്ട് കോഡ് എന്ന് പറയുന്നത് GYMAT 201 ആണ്. നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, let u equal to f of y minus z comma z minus x comma x minus y. Show that dou u by dou x plus dou u by dou y plus dou u by dou z equal to 0. അതായത് നമുക്കിത് മൊഡ്യൂൾ 1ലെ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ യു എന്ന് പറയുന്ന ഫംഗ്ഷൻ എക്സിൻ്റെയും വൈൻ്റെയും സെഡിൻ്റെയും ഫംഗ്ഷനാണ്. അപ്പോൾ അതിനെ നമുക്ക് ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ യു ബൈ ഡോ വൈ പ്ലസ് ഡോ യു ബൈ ഡോ സെഡ് ഈക്വൽ ടു 0 അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഫംഗ്ഷൻസിനെ ഓരോന്നിനും ഞാൻ ഓരോ ലെറ്റേഴ്സ് വെച്ച് ഡിനോട്ട് ചെയ്യുകയാണ്. അതായത് യു എന്ന് പറയുന്ന ഫംഗ്ഷനെ ഫംഗ്ഷൻ ഓഫ് വി ഡബ്ല്യു ടി ആയിട്ട് ഡിനോട്ട് ചെയ്തു. വേർ വി ഈക്വൽ ടു വൈ മൈനസ് സെഡ്, ഡബ്ല്യു ഈക്വൽ ടു സെഡ് മൈനസ് എക്സ്, t equal to x minus y. ഇനി നമുക്ക് ഡോ യു ബൈ ഡോ എക്സിനെ എങ്ങനെ എഴുതാം? ഡോ യു ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ് പ്ലസ് ഡോ യു ബൈ ഡോ ഡബ്ല്യു ഇൻറ്റു ഡോ ഡബ്ല്യു ഇൻറ്റു ഡിവൈഡ് ബൈ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് പ്ലസ് ഡോ യു ബൈ ഡോ ടി ഇൻറ്റു ഡോ ടി ബൈ ഡോ എക്സ്. അത് ചെയിൻ റൂൾ വെച്ചിട്ട് അങ്ങനെ എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ ടേമും എന്താണെന്ന് കണ്ടുപിടിക്കാം. ഡോ വി ബൈ വി എന്താണെന്ന് നമുക്കറിയാം, ഡബ്ല്യു എന്താണെന്ന് അറിയാം, ടി എന്താണെന്ന് അറിയാം. വിത്ത് റെസ്പെക്ട് ടു എക്സ് വെച്ചിട്ട് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഡോ വി ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ഓഫ് വൈ മൈനസ് സെഡ്. എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എക്സിൻ്റെ ടേംസ് ഒന്നും തന്നെ ഇല്ല, അപ്പോൾ വൈയും സെഡും കോൺസ്റ്റൻ്റ് ആണ്, ഈക്വൽ ടു 0 വരും. ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ഓഫ് സെഡ് മൈനസ് എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ടേംസ് മൈനസ് എക്സ് ആണുള്ളത്, അപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ -1 വരും. ഡോ ടി ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് മൈനസ് വൈ. എക്സിൻ്റെ എക്സ് എന്ന് പറയുന്ന ടേം എക്സ് ആണ്, അതിനെ ചെയ്ത് കഴിഞ്ഞാൽ 1 വരും. പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് എടുത്താൽ 1 വരും. ഡോ യു ബൈ ഡോ എക്സ്, അപ്പോൾ ഈ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി എന്ത് വരും? ഡോ യു ബൈ ഡോ വി ഇൻറ്റു 0 പ്ലസ് ഡോ യു ബൈ ഡോ ഡബ്ല്യു ഇൻറ്റു -1 പ്ലസ് ഡോ യു ബൈ ഡോ ടി ഇൻറ്റു 1 വരും. 0 ടൈം ക്യാൻസൽ ആയി പോകും, ബാക്കി വരുന്നതിന് എടുത്ത് ഏരിയ ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു മൈനസ് ഡോ യു ബൈ ഡോ ഡബ്ല്യു പ്ലസ് ഡോ യു ബൈ ഡോ ടി. അതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്താണ്? ഇനി നമുക്ക് കാണേണ്ടത് ഡോ യു ബൈ ഡോ വൈ ആണ്. അപ്പോൾ ഡോ യു ബൈ ഡോ എക്സ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഡോ യു ബൈ ഡോ വൈ കാണാൻ പോവാണ്. ഡോ യു ബൈ ഡോ വൈ ചെയ്യുമ്പോൾ ചെയിൻ റൂൾ പ്രകാരം എന്ത് വേണം? ഡോ യു ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ വൈ പ്ലസ് ഡോ യു ബൈ ഡോ ഡബ്ല്യു ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ വൈ പ്ലസ് ഡോ യു ബൈ ഡോ ടി ഇൻറ്റു ഡോ ടി ബൈ ഡോ വൈ. അതായത് ഡോ വൈ വെച്ചിട്ടാണ് എല്ലാ ഡെറിവേറ്റീവും കാണുന്നത്. ഡോ യു ബൈ ഡോ വി ചെയ്തു, പിന്നെ അത് ക്യാൻസൽ ചെയ്യാൻ ഡോ വി ഡിവൈഡ് ബൈ ഡോ വൈ. അപ്പോൾ ഈ ഡോ വി ബൈ ഡോ വൈ, ഡോ ഡബ്ല്യു ബൈ ഡോ വൈ, ഡോ ടി ബൈ ഡോ വൈ എന്നൊക്കെ ടേംസ് കണ്ടുപിടിക്കണം. വി എന്ന് പറഞ്ഞാൽ എന്താണ്? വൈ മൈനസ് സെഡ് ആണ്. വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ചെയ്താൽ 1 വരും. ഡബ്ല്യു എന്ന് പറഞ്ഞാൽ സെഡ് മൈനസ് എക്സ് ആണ്. വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ചെയ്താൽ 0 വരും. ടി എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് വൈ ആണ്. വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ചെയ്താൽ -1 വരും. അപ്പോൾ ഡോ യു ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഇതിലെല്ലാം സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ 1 ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ പ്ലസ് 0 ഇൻറ്റു ഡോ യു ബൈ ഡോ ഡബ്ല്യു പ്ലസ് -1 ഇൻറ്റു ഡോ യു ബൈ ഡോ ടി. അപ്പോൾ ഈ 0 ടേം ആകുമ്പോൾ ഇത് ക്യാൻസൽ ആയി പോവും. ബാക്കി ഡോ യു ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ ഡോ യു ബൈ ഡോ വി മൈനസ് ഡോ യു ബൈ ഡോ ടി ആണ്. ഇതാണ് സെക്കൻഡ് ഇക്വേഷൻ. അതായത് ഡോ യു ബൈ ഡോ വൈയുടെ വാല്യൂ കിട്ടി. ഇനി ഡോ യു ബൈ ഡോ സെഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡോ യു ബൈ ഡോ സെഡ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഡോ യു ബൈ ഡോ വി ഇൻറ്റു ഡോ വി ബൈ ഡോ സെഡ് പ്ലസ് ഡോ യു ബൈ ഡോ ഡബ്ല്യു ഇൻറ്റു ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് പ്ലസ് ഡോ യു ബൈ ഡോ ടി ഇൻറ്റു ഡോ ടി ബൈ ഡോ സെഡ്. അപ്പോൾ ഡോ വി ബൈ ഡോ സെഡ് എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ സെഡ് ഓഫ് വൈ മൈനസ് സെഡ് ആണ്. ഡോ ഡബ്ല്യു ബൈ ഡോ സെഡ് എന്ന് പറഞ്ഞാലോ ഡോ ബൈ ഡോ സെഡ് ഇൻറ്റു സെഡ് മൈനസ് എക്സ് ആണ്. ഡോ ടി ബൈ ഡോ സെഡ് എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ സെഡ് ഇൻറ്റു എക്സ് മൈനസ് വൈ ആണ്. അത് ഓരോന്നിനും പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു സെഡ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? -1 1 0. ഓക്കെ, അത് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ എന്ത് വരും? ഡോ യു ബൈ ഡോ സെഡ് ഈക്വൽ ടു മൈനസ് ഡോ യു ബൈ ഡോ വി പ്ലസ് ഡോ വി ബൈ ഡോ ഡബ്ല്യു. അതാണ് തേർഡ് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഓൾറെഡി ഡോ യു ബൈ ഡോ എക്സ് കണ്ടു, ഡോ യു ബൈ ഡോ വൈ കണ്ടു, ഡോ യു ബൈ ഡോ സെഡ് കണ്ടു. അതെല്ലാം ഓരോന്നിനും ഓരോ എക്സ്പ്രഷനാണ് വന്നിരിക്കുന്നത്. അതാണ് 1 2 3 എന്ന് പറയുന്ന ഇക്വേഷൻ. അതെല്ലാം ആഡ് ചെയ്യുമ്പോൾ മൈനസ് ഡോ യു ബൈ ഡോ ഡബ്ല്യു പ്ലസ് ഡോ യു ബൈ ഡോ ടി പ്ലസ് ഡോ യു ബൈ ഡോ വി മൈനസ് ഡോ യു ബൈ ഡോ ടി മൈനസ് ഡോ യു ബൈ ഡോ വി പ്ലസ് ഡോ യു ബൈ ഡോ ഡബ്ല്യു. അതിലെ മൈനസ് ഡോ യു ബൈ ഡോ ഡബ്ല്യു പ്ലസ് ഡോ യു ബൈ ഡോ ഡബ്ല്യു നമ്മൾ ക്യാൻസൽ ആവും. പ്ലസ് ഡോ യു ബൈ ഡോ ടി മൈനസ് ഡോ യു ബൈ ഡോ ടി ക്യാൻസൽ ആവും. പ്ലസ് ഡോ യു ബൈ ഡോ വൈ മൈനസ് ഡോ യു ബൈ ഡോ വി ക്യാൻസൽ ആവും. അപ്പോൾ എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് ആൻസർ 0 ആണ്. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്, പ്രൂവ് ചെയ്യാൻ ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ,
Next question. Locate all relative maxima, relative minima and saddle points, if any, in f of x comma y equal to 2xy minus x cube minus y square. നമുക്ക് എന്താ വേണ്ട മാക്സിമ മിനിമ സാഡിൽ പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ലൊക്കേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 2xy മൈനസ് എക്സ് ക്യൂബ് മൈനസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണാം, പിന്നെ സെക്കൻഡ് ഡെറിവേറ്റീവും കണ്ടുവയ്ക്കാം. അപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഓണാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ വൈയുടെ ടേംസ് വൈ എന്ന് പറഞ്ഞ ടേം കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ 2xyനെ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y കോൺസ്റ്റന്റ് ആണ്, അത് അതേപോലെ ഉണ്ട്. 2xനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 2 വരും, ദാറ്റ് ഈസ് 2y മൈനസ് എക്സ് ക്യൂബിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 3x സ്ക്വയർ മൈനസ് 3x സ്ക്വയർ. y എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 ആണ്, അപ്പോൾ ആ ടേം ഇല്ല. ദാറ്റ് ഈസ് ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ 2y മൈനസ് 3x സ്ക്വയർ ആണ്. ദെൻ ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു y കൊണ്ടാണ് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ, അപ്പോൾ എക്സ് എന്ന് പറയുന്ന ടൈം കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ 2x ആയിരിക്കും വിത്ത് റെസ്പെക്ട് ടു y കൊണ്ട് ചെയ്യുമ്പോൾ. 2x മൈനസ് എക്സ് ക്യൂബ് കോൺസ്റ്റന്റ് ആണ്, അത് 0 ആവും, മൈനസ് 2y വരും. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് വരും, ദാറ്റ് ഈസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ എക്സ് ആണ്, ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ. സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവിനെ ഒരു വട്ടം കൂടി വിത്ത് റെസ്പെക്ട് എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ഡെറിവേറ്റീവ് കിട്ടും. അപ്പോൾ 2y മൈനസ് 3x സ്ക്വയറിന് വിത്ത് റെസ്പെക്ട് എക്സ് കൊണ്ട് ചെയ്താൽ എന്ത് വരും, 2y 0 ആണ്, കാരണം അത് കോൺസ്റ്റന്റ് ആണ്. മൈനസ് 3x സ്ക്വയറിനെ ചെയ്താൽ മൈനസ് 6x വരും. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ എന്ന് പറഞ്ഞാലോ വിത്ത് റെസ്പെക്ട് ടു y കൊണ്ട് ചെയ്യുമ്പോൾ 2x കോൺസ്റ്റന്റ് ആണ്, ഇത് 0 ആയി പോവും, മൈനസ് 2yനെ ചെയ്താൽ മൈനസ് 2 വരും. ദെൻ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ, അതിനെ നമുക്ക് എന്ത് ചെയ്താം, ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ ചെയ്താൽ മതി. അപ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ എന്താ 2x മൈനസ് 2y ആണ്. ഡോ എഫ് ബൈ ഡോ വൈ 2x മൈനസ് 2y. അതിന് വിത്ത് റെസ്പെക്ട് എക്സ് കൊണ്ട് ചെയ്താൽ എക്സ് ഇവിടെ 2 വരും, ഇവിടെ 0 വരും, ആൻസർ 2 വരും. ഇനി നമുക്ക് എന്ത് വേണം, ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കണം. ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിച്ചിട്ട് ഡിസ്ക്രിമിനൻ്റ് കണ്ടിട്ട് വേണം നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ്സ് ഏതാണെന്ന് ആദ്യം നോക്കുക. ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യും, ഈ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0 കൊടുക്കും. ഡോ എഫ് ബൈ ഡോ എക്സും ഡോ എഫ് ബൈ ഡോ വൈ ഈക്വൽ ടു 0 കൊടുക്കും. അപ്പോൾ ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ 2y മൈനസ് 3x സ്ക്വയർ 0 ആണ്, 2x മൈനസ് 2y ഈക്വൽ ടു 0 ആണ്. ഈ ഇക്വേഷനിൽ നിന്ന് y ഈക്വൽ ടു എക്സ് വരും. y ഈക്വൽ ടു എക്സ് ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുമ്പോൾ എന്ത് വരും, 2x മൈനസ് 3x സ്ക്വയർ ഈക്വൽ ടു 0, ദാറ്റ് ഈസ് x ഇൻറ്റു 2 മൈനസ് 3x ഈക്വൽ ടു 0. സോ x ഈക്വൽ ടു 0 ഓർ x ഈക്വൽ ടു 2/3 വരും. ഇനി എക്സിന് 0 കൊടുക്കുകയാണെങ്കിൽ വൈയുടെ വാല്യൂ എന്താ വരിക, അത് തമ്മിലുള്ള റിലേഷൻ എന്താ, y ഈക്വൽ ടു എക്സ് ആണ്. അപ്പോൾ ഇഫ് x ഈക്വൽ ടു 0 then y ഓൾസോ ഈക്വൽ ടു 0 ആൻഡ് ദെൻ ഇഫ് x ഈക്വൽ ടു 2/3 then y ഓൾസോ ഈക്വൽ ടു 2/3. അപ്പോൾ ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്, 0 0യും 2/3 2/3 ആണ്. ഇനി ഡിസ്ക്രിമിനൻ്റ് കണ്ടുപിടിക്കാം. ഡിസ്ക്രിമിനൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ്, ഡി എന്ന് പറഞ്ഞാൽ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ ഇൻറ്റു ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ മൈനസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അറിയാവുന്ന വാല്യൂസ് ആണ്, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ മതി. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ മൈനസ് 6x ആണ്, ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ മൈനസ് 2 ആണ്, ദെൻ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ എന്ന് പറയുന്നത് 2 ആണ്. അപ്പം ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 6x ഇൻറ്റു മൈനസ് 2 എന്ന് പറഞ്ഞാൽ 12x ആണ്, 2 ദ ഹോൾ സ്ക്വയർ 4 ആണ്. അപ്പോൾ ഡിസ്ക്രിമിനൻ്റ് എന്ന് പറഞ്ഞാൽ 12x മൈനസ് 4 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ്സിന് ഓരോ ക്രിട്ടിക്കൽ പോയിന്റ്സിലും ഡിസ്ക്രിമിനൻ്റ് എന്ത് വരുന്നു നോക്കാം. അപ്പോൾ ഡിസ്ക്രിമിനൻ്റ് ഇക്വേഷൻ എന്താ, 12x മൈനസ് 4. അപ്പോൾ അറ്റ് ക്രിട്ടിക്കൽ പോയിന്റ്സ് 0 0യും 2/3 2/3 ആണ്. അറ്റ് 0 0യിലെ ഡിസ്ക്രിമിനൻ്റ് വാല്യൂ എക്സിന് 0 കൊടുക്കുമ്പോൾ നമുക്ക് എന്താ വരിക, -4, അത് നെഗറ്റീവ് വാല്യൂ ആണ്. അപ്പോൾ 0 0 എന്ന് പറയേണ്ട ഒരു സാഡിൽ പോയിന്റ് ആണ്. ദെൻ അറ്റ് 2/3 2/3 ഡിയുടെ ഡിസ്ക്രിമിനൻ്റ് വാല്യൂ കൊടുക്കുമ്പോൾ 12 ഇൻറ്റു 2/3 മൈനസ് 4 എന്ന് പറഞ്ഞാൽ 4 വരും, ഗ്രേറ്റർ ദാൻ 0 ആണ്. ദെൻ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ ഈക്വൽ ടു മൈനസ് 6x ആണ്. അതിൽ എക്സിന് നമ്മൾ 2/3 സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ -4 വരുന്നുണ്ട്, അത് ലെസ് ദാൻ 0 ആണ്. ഇത് -4 അല്ല, ഈക്വൽ ടു 4 ആണ് കേട്ടോ. ഇത് -4 ആണ്. അപ്പോൾ ഇതിൽ ഡിസ്ക്രിമിനൻ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0യും സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ലെസ് ദാൻ 0 ആണെന്നുണ്ടെങ്കിൽ അത് കാണിക്കേണ്ടത് എന്താണ്, 2/3 2/3 എന്ന് പറയുന്നത് ഒരു ലോക്കൽ മാക്സിമം ആയിരിക്കും. അപ്പോൾ ഫംഗ്ഷനിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ സാഡിൽ പോയിന്റ് എന്ന് പറയുന്നത് 0 0യും ഒരു ലോക്കൽ മാക്സിമം ഉള്ളത് 2/3 2/3 ആയിരിക്കും. ഓക്കെ, അതാണ് അതിൻ്റെ ആൻസർ.
അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ഓൾ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് കോമ വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ ക്യൂബ് പ്ലസ് എക്സ് റേസ് ടു 4y. നമുക്കിതിൻ്റെ എല്ലാ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവും കാണണം. ഏതൊക്കെയാണ് സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്? ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ, ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ, ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ, ഡോ എക്സ് സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ, ഡോ വൈ ഡോ എക്സ്. അപ്പോൾ ഈ സെക്കൻഡ് ഡെറിവേറ്റീവ് കാണണമെങ്കിൽ ആദ്യം എന്ത് കാണണം? ഫസ്റ്റ് ഡെറിവേറ്റീവ് ഡോ എഫ് ഡോ എക്സും ഡോ എഫ് ബൈ ഡോ വൈയും കാണണം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഞാൻ എടുത്ത് എഴുതി എക്സ് സ്ക്വയർ വൈ ക്യൂബ് പ്ലസ് എക്സ് റേസ് ടു 4y. വിത്ത് റെസ്പെക്ട് ടു എക്സ് കൊണ്ട് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ എന്ത് വരും? വൈ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. എക്സ് കൊണ്ട് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് 2x, വൈ ക്യൂബ് അതേപോലെ എഴുതി എക്സ് റേസ് ടു 4 ചെയ്യുമ്പോൾ 4x ക്യൂബ് ഇൻറ്റു വൈ. ഡോ എഫ് ബൈ ഡോ വൈ ആണെങ്കിലോ എക്സ് സ്ക്വയർ അതേപോലെ എഴുതി വൈ ക്യൂബിനെ ചെയ്താൽ 3y സ്ക്വയർ പ്ലസ് എക്സ് റേസ് ടു 4 അതേപോലെ അത് എഴുതി വൈനെ ചെയ്യുമ്പോൾ 1 വരും. ഓക്കെ, ഇനി ഇതിന് ഫസ്റ്റ് ഡെറിവേറ്റീവ്, ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ ചെയ്യുമ്പോൾ ഡോ ബൈ ഡോ എക്സ് ഓഫ് 2x വൈ ക്യൂബ് പ്ലസ് 4x ക്യൂബ് വൈ ആണ്. അതിനെ ചെയ്ത് എന്താ വരിക? വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ലേ, അപ്പോൾ എക്സ് എന്നുള്ളത് പോയിട്ട് 2y ക്യൂബ് വരും. 4x ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12x സ്ക്വയർ വൈ വരും. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ ചെയ്താലോ ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ എഫ് ബൈ ഡോ വൈ ആണ്. അതായത് ഡോ ബൈ ഡോ വൈ ഓഫ് 3x സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് എക്സ് റേസ് ടു 4 ആണ് അല്ലേ. ഡോ എഫ് ബൈ ഡോ വൈ വന്നത് 3x സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് എക്സ് റേസ് ടു 4. അതവിടെ എടുത്ത് എഴുതി. വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ചെയ്യുമ്പോൾ 3x സ്ക്വയർ കോൺസ്റ്റൻ്റ് ആണ്, വൈ സ്ക്വയർ ചെയ്യുമ്പോൾ 2y, ദാറ്റ് ഈസ് 2y ഇൻറ്റു 3x സ്ക്വയർ 6x സ്ക്വയർ വൈ, എക്സ് റേസ് ടു 4 കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അത് 0 വരും. ചെയ്ത് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 0 വരും. കോൺസ്റ്റൻ്റ് മാത്രം വന്ന് 0 വരും. ദെൻ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ വൈ ഓഫ് ഡോ എഫ് ബൈ ഡോ എക്സ് ആണ്. അതായത് ഡോ ബൈ ഡോ വൈ ഓഫ് 2x വൈ ക്യൂബ് പ്ലസ് 4x ക്യൂബ് വൈ ആണ്. ദാറ്റ് ഈസ് 6x വൈ സ്ക്വയർ പ്ലസ് 4x ക്യൂബ് വരും. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് ഡോ വൈ എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ഓഫ് ഡോ വൈ എഫ് ബൈ ഡോ വൈ ആണ്. ദാറ്റ് ഈസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് 3x സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് എക്സ് റേസ് ടു 4. അതായത് 6x വൈ സ്ക്വയർ പ്ലസ് 4x ക്യൂബ് വരും. അപ്പോൾ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ കിട്ടിയത്? 2y ക്യൂബ് പ്ലസ് 12x സ്ക്വയർ വൈ. അതെടുത്ത് എഴുതി. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 6x സ്ക്വയർ വൈ. ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ ഡോ എക്സ് ഡോ വൈയും ഡോ വൈ ഡോ എക്സും സെയിം വാല്യൂ ആണ്, 6x വൈ സ്ക്വയർ പ്ലസ് 4x ക്യൂബ്. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള എല്ലാ സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സും നമ്മൾ കണ്ടു. ഇനി അടുത്തത് ഇഫ് z ഈക്വൽ ടു ഇ റേസ് ടു എക്സ് വൈ, എക്സ് ഈക്വൽ ടു u പ്ലസ് വി, വൈ ഈക്വൽ ടു u ബൈ വി, ദെൻ ഫൈൻഡ് ഡോ സെഡ് ബൈ ഡോ യു ആൻഡ് ഡോ സെഡ് ബൈ ഡോ വി. സെഡ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ് വൈ ആണ്, എക്സ് എന്ന് പറഞ്ഞാൽ 2u പ്ലസ് വിയും, വൈ എന്ന് പറഞ്ഞാൽ u ബൈ വിയും ആണ്. അങ്ങനെയാണെങ്കിൽ ഡോ സെഡ് ബൈ ഡോ യും കാണണം, ഡോ സെഡ് ബൈ ഡോ വിയും കാണണം. അപ്പോൾ ചെയിൻ റൂൾ വെച്ചിട്ട് നമുക്കത് ചെയ്യാം. സെഡ് എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് വൈ ആണ്, എക്സിന് ഞാൻ 2u പ്ലസ് വിയും, വൈക്ക് u ബൈ വിയുമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഡോ സെഡ് ബൈ ഡോ യുവിനെ എനിക്ക് എങ്ങനെ എഴുതാം? ഡോ സെഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ യു എന്ന് എഴുതാം. ഡോ സെഡ് ബൈ ഡോ വൈ പ്ലസ് ഡോ സെഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ യു എന്ന് എഴുതാം. ഓക്കെ, അതുപോലെ ഡോ സെഡ് ബൈ ഡോ വിനെ എങ്ങനെ എഴുതാം? ഡോ സെഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ വി പ്ലസ് ഡോ സെഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ വി എന്ന് എഴുതാം. അപ്പോൾ ഇതിലുള്ള ടേംസ് ഓരോന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഡോ സെഡ് ബൈ ഡോ എക്സ് നമുക്കിവിടെ തന്നിരിക്കുന്നത് എക്സും വൈയും തന്നിട്ടുണ്ട്, സെഡും തന്നിട്ടുണ്ട്. അപ്പോൾ ഡോ സെഡ് ബൈ ഡോ എക്സ് എന്താണെന്ന് എഴുതാം. ഡോ സെഡ് ബൈ ഡോ എക്സ് എന്താണ്? ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇ റേസ് ടു എക്സ് വൈ. ഇ റേസ് ടു എക്സ് വൈനെ ചെയ്താൽ വൈ കോൺസ്റ്റന്റ് ആണ്, വൈ ഇ റേസ് ടു എക്സ് വൈ വരും. ഡോ സെഡ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ വൈ ഓഫ് ഇ റേസ് ടു എക്സ് വൈ, അത് എക്സ് ഇ റേസ് ടു എക്സ് വൈ വരും. ഡോ എക്സ് ബൈ ഡോ യു എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ യു ഓഫ് 2u പ്ലസ് വി ആണ്, അപ്പോൾ 2 വരും. ഡോ എക്സ് ബൈ ഡോ വി എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ വി ഓഫ് 2u പ്ലസ് വി, ദാറ്റ് ഈസ് 1 വരും. യു കോൺസ്റ്റന്റ് ആണ്, വിയുടെ ചെയ്യുമ്പോൾ 1 വരും. ഡോ വൈ ബൈ ഡോ യു ഈക്വൽ ടു ഡോ ബൈ ഡോ യു ഓഫ് യു ബൈ വി, വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും? 1 ബൈ വി വരും അല്ലേ. വിത്ത് റെസ്പെക്ട് ടു യു ചെയ്യുമ്പോൾ 1 ബൈ വി കോൺസ്റ്റന്റ് ആണ്, യുവിനെ ചെയ്താൽ 1 വരും ഇൻറ്റു 1. ഡോ വൈ ബൈ ഡോ വി എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ വി ഓഫ് യു ബൈ വി, വിത്ത് റെസ്പെക്ട് ടു വി ആണ് ചെയ്യുന്നത്. അപ്പോൾ യു കോൺസ്റ്റന്റ് ആണ്, 1 ബൈ വിനെ ചെയ്ത് എന്ത് വരും? -1 ബൈ വി സ്ക്വയർ വരും. ദെൻ ഡോ സെഡ് ബൈ ഡോ യു എന്ന് പറഞ്ഞാൽ ഈ കാണുന്നതെല്ലാം സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തും. നമ്മൾ ഇതുവരെ കണ്ടിരുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ മതി. ഡോ സെഡ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ യു പ്ലസ് ഡോ സെഡ് ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ യു, വൈ ഇ റേസ് ടു എക്സ് വൈ ഇൻറ്റു 2 പ്ലസ് എക്സ് ഇ റേസ് ടു എക്സ് വൈ ഇൻറ്റു 1 ബൈ വി. ദെൻ ഇതിൽ സിംപ്ലിഫൈ ആദ്യ ഏരിയ 2y ഇ റേസ് ടു എക്സ് വൈ പ്ലസ് എക്സ് ഇ റേസ് ടു എക്സ് വൈ ബൈ വി വരും.
എക്സിന് ഞാൻ 2u പ്ലസ് വി സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി, വൈക്ക് വി ബൈ യുയും സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി, യു ബൈ വിയും സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി. അപ്പോൾ 2 ഇൻറ്റു യു ബൈ വി, വൈൻ്റെ അവിടെ യു ബൈ വി, ഇ റേസ് ടു എക്സിൻ്റെ അവിടെ ഞാൻ 2u പ്ലസ് വി, വൈയുടെ അവിടെ യു ബൈ വി കൊടുത്തു, പ്ലസ് എക്സിൻ്റെ അവിടെ 2u പ്ലസ് വി, ഇ റേസ് ടു 2uv പ്ലസ് വി ഇൻറ്റു യു ബൈ വി ഡിവൈഡഡ് ബൈ വി ആണ്. എന്നിട്ട് ഇ റേസ് ടു എക്സ് അതേപോലെ എഴുതി. ഇത് രണ്ട് ടേമിലും ഈ എക്സ്പോണൻഷ്യൽ ടേം കോമൺ ആണ്, അപ്പോൾ അത് ഔട്ട് സൈഡ് എടുത്തിട്ട് ബാക്കി വരുന്ന ടേമിനെ ക്ലബ് ചെയ്തു. ഇപ്പോൾ 2u ബൈ വി പ്ലസ് 2u പ്ലസ് വി ബൈ വി വന്നു, വി കോമൺ ആണ്, 2u പ്ലസ് 2u 4u പ്ലസ് വി ബൈ വി വരും. ഇവിടെ ഞാൻ 2u സ്ക്വയർ വി ബൈ പ്ലസ് യു എന്നല്ലേ, അതേപോലെ തന്നെ എഴുതി. അപ്പോൾ ഡോ സെറ്റ് ബൈ ഡോ യു എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു 2u സ്ക്വയർ ബൈ വി പ്ലസ് യു ഇൻറ്റു 4u പ്ലസ് വി ബൈ വി ആണ്. ഇനി നമുക്ക് പാർഷ്യൽ ഡെറിവേറ്റീവ്സിന് അടുത്ത് ഡോ സെറ്റ് ബൈ ഡോ വി കാണണം. അപ്പോൾ അതിനെ ഡോ സെറ്റ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ വി പ്ലസ് ഡോ സെറ്റ് ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ യു എന്ന് എഴുതി. ഡോ സെറ്റ് ബൈ ഡോ എക്സ് വൈ ഇ റേസ് ടു എക്സ് വൈ ഇൻറ്റു 1 പ്ലസ് എക്സ് ഇ റേസ് ടു എക്സ് വൈ ഇൻറ്റു മൈനസ് യു ബൈ വി സ്ക്വയർ, വൈ ഇ റേസ് ടു എക്സ് വൈ മൈനസ് എക്സ് ഇ റേസ് ടു എക്സ് വൈ ഇൻറ്റു യു ബൈ വി സ്ക്വയർ ഇടും. ഇ റേസ് ടു എക്സ് വൈ പുറത്തേക്ക് എടുത്തു. ആദ്യം വൈക്ക് യു ബൈ വിയും എക്സിന് 2u പ്ലസ് വിയും സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി, അതാണ് ഈ സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ട് ഇ റേസ് ടു 2u പ്ലസ് വി ഇൻറ്റു യു ബൈ വി ഒരേ രണ്ട് ടേമിലും കോമൺ ആണ്, അത് ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ ബാക്കി യു ബൈ വി മൈനസ് 2u പ്ലസ് വി ഇൻറ്റു യു ഡിവൈഡഡ് ബൈ വി സ്ക്വയർ വരും. എന്നിട്ട് നമ്മൾ എൽ സി എടുത്തു, വി സ്ക്വയർ കൊണ്ട് എൽ സി എം എടുത്തപ്പോൾ ഇവിടെ യു വി വരും, ഇവിടെ യു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് 2u സ്ക്വയർ മൈനസ് യു വി വരും. ഈ യു വി ക്യാൻസൽ ആയി പോവും. അപ്പോൾ ഇ റേസ് ടു 2u സ്ക്വയർ ബൈ വി പ്ലസ് യു ഇൻറ്റു മൈനസ് 2u സ്ക്വയർ ബൈ വി സ്ക്വയർ വരും. അതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഡോ സെറ്റ് ബൈ ഡോ വിയും ഡോ സെറ്റ് ബൈ ഡോ യു ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അത് രണ്ടും നമ്മൾ കണ്ടുപിടിച്ചു, ചെയിൻ റൂൾ വെച്ചിട്ടാണ് അത് കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മൾ 4 ക്വസ്റ്റ്യൻസ് ആണ് മൊഡ്യൂൾ 1 ഡിസ്കസ് ചെയ്തത്. ഇതെല്ലാം എസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഫസ്റ്റത്തെ 2 ക്വസ്റ്റ്യന് ടോട്ടലി ഒന്നിന് 5 മാർക്ക്, ഒന്ന് 4 മാർക്ക്, 9 മാർക്ക്. സെക്കൻഡ് ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസും അതേപോലെ 5ഉം 4ഉം ഡിവിഷനാണ്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യന് 4 മാർക്കും സെക്കൻഡ് ക്വസ്റ്റ്യന് 5 മാർക്കും, അതും 9 മാർക്കാണ്. അങ്ങനെ 9 18 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.